നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോൾ എല്ലാവരും ജാമ്യം കിട്ടുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു. കിട്ടുമെന്ന ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്യാമ്പിലുണ്ടെങ്കിലും പൊതുവെ രാഹുലിന് ജാമ്യം കിട്ടിയേക്കില്ല എന്ന് തന്നെയാണ് ചിന്തിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പ് രാഹുലിനെതിരെ മറ്റൊരു ബലാത്സംഗ പരാതി കൂടി വന്നിട്ടുണ്ട്. ആരാണ് ബലാത്സംഗ പരാതി കൊടുത്തത് എന്ന് വ്യക്തമല്ലെങ്കിലും തലേദിവസം എത്തിയിരിക്കുന്ന പരാതി പോലീസിന് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്ഥിരം വേട്ടക്കാരനാണ്, ജാമ്യം കൊടുത്താൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാകും എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജാമ്യം ലഭിച്ചേക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരാഴ്ച പിന്നിട്ടിട്ടും രാഹുലിനെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുലിനെ തേടി പോലീസിൻ്റെ 14 ജില്ലാ മേധാവികളും പ്രത്യേക അന്വേഷണ സംഘവും നാടുനീളെ അലയുകയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ രാഹുലുണ്ട് എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. സത്യമംഗലത്തെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ റിസോർട്ടിലുണ്ട് എന്ന സൂചനയെ തുടർന്ന് പോലീസ് അവിടെ ചെന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തമിഴ്നാട് കർണാടക അതിർത്തിയിലും പോലീസ് പരിശോധന നടത്തി. എന്നാൽ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകുമ്പോൾ രാഹുൽ കീഴടങ്ങുമോ അതോ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതികൾ ആദ്യം ഉയരുന്നത് ഏതാണ്ട് 3 മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയുടെ ആരോപണങ്ങൾ ചുവടുപിടിച്ച് ചില യൂട്യൂബുകളിൽ ചർച്ചകൾ കൊഴുത്തു. ഇതിന് തുടർച്ചയായി ഒരു സിനിമാ നടി രംഗത്ത് വരികയും ചാനലുകളും പത്രങ്ങളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതിന് തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായി വീട്ടിലിരുന്നു. എന്നാൽ 1 മാസത്തെ ഗ്യാപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയമായി തിരിച്ചു വന്ന് വീണ്ടും സജീവമായപ്പോഴാണ് പോലീസ് പരാതിയും ഇപ്പോഴത്തെ നൂലാമാലകളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും പുറത്തു വരാത്തതുകൊണ്ട്, എല്ലാം ഊഹാപോഹങ്ങളായിരുന്നതുകൊണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ ഒരു പരാതി വന്നതോടെ ആ പരാതിയെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിലെ ഗർഭഛിദ്ര കേസിലെയൊക്കെ പ്രതിയായതോടെ രാഹുലിനെ പിന്തുണയ്ക്കേണ്ടതോ സംരക്ഷിക്കേണ്ടതോയ ബാധ്യത ഇല്ല എന്ന നിലപാടിലേക്ക് ഞങ്ങൾ മാറി. പരാതിക്കാരിയെ സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം നിലനിൽക്കുന്നതാണോ എന്ന സംശയമുള്ളപ്പോഴും ഗർഭചിത്രമടക്കമുള്ള കാര്യങ്ങൾ രാഹുലിൻ്റെ വിശ്വാസ്യതയെ ബാധിച്ചു. രാഹുലിനെ പിന്തുണയ്ക്കുന്നത് അർത്ഥരഹിതമാണ് എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ബോധ്യമായത് രാഹുലിൻ്റെ ജാമ്യാപേക്ഷയിലെ കുറ്റസമ്മതമാണ്. രാഹുൽ വിവാഹിതയായ ഒരു യുവതിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ അതിൽ സമ്മതിക്കുകയാണ്. എന്തായാലും നിയമത്തിന് വഴിക്ക് പോവട്ടെ എന്ന നിലപാടിലാണ് ഞങ്ങൾ. അതിനിടയിലാണ് പുതിയ ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോപണം വ്യാജമാണ് എന്ന് പറയുന്നവർ ഏറെയാണ്. ഈ ആരോപണം 100% ശരിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യവുമില്ല. കാരണം ലൈംഗികാരോപണ സംഭവമായതുകൊണ്ട് ഇര ഒരു സങ്കല്പമായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ആരാണ് ഇര നമുക്കാർക്കും അറിയില്ല, നമ്മളാരും അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തലേദിവസം വന്നത് ഒരുപക്ഷെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുലിനെ ജാമ്യം തള്ളാനായിരിക്കുമെന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ഫെന്നി നൈനാൻ എന്നു പേരുള്ള രാഹുലിൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേര് ഇതിൽ വന്നിട്ടുണ്ട്. ഫെന്നി കണ്ണുമടച്ച് അത് നിഷേധിക്കുകയാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് ലൈംഗികമായി ദുരുപയോഗിച്ചു എന്നാണ് പരാതി. ആ പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: വർഷങ്ങളെ രാഹുലിനെ അറിയാം. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം പുതുക്കി. വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലഗ്രാം നമ്പർ നൽകി. തുടർന്ന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു. എൻ്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു. ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളി. ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഓടിച്ച് കാറിലാണ് രാഹുൽ വന്നത്. നഗരങ്ങളിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് രാഹുൽ പറഞ്ഞു. രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത്. എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു. ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇതോടെ എനിക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു. രാഹുൽ പീഡനം തുടരുകയായിരുന്നു. ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകളുണ്ടായി.
ഇതിനുശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി. ഇതോടെ ഞാൻ ആകെ തകർന്നുപോയി. മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിൻ്റേത്. ഒരു മനസാക്ഷിയുമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. സുഹൃത്താണ് വീടിനടുത്ത് വരെ കാറിലെത്തിച്ചത്. വീട്ടുകാരോട് വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു. വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത്. ഒരു മാസത്തോളം അകന്നു കഴിഞ്ഞ രാഹുൽ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ്. ഇത്തരം നീചമായ നീക്കങ്ങളിൽ നിന്നും അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു പരാതിയാണ് യുവതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു യുവതി ഉണ്ടോ? ആ യുവതിക്ക് അങ്ങനെ സംഭവിച്ചോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. ക്രൈംബ്രാഞ്ച് വിവരം അന്വേഷിച്ചെന്നും തനിക്ക് പുറത്തു വരാൻ പേടിയായതുകൊണ്ട് പറഞ്ഞില്ല എന്നുമൊക്കെയാണ് യുവതി പറഞ്ഞത്. ഈ വിവരം ശരിയാണെങ്കിൽ ഞാൻ വീണ്ടും അണ്ടർലൈൻ ഇട്ട് പറയുന്നു, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി വരുന്നുണ്ട്. നമ്മളതൊന്നും വിശ്വസിച്ചില്ല, അതൊന്നും വിശ്വസിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഹുലിനെതിരെ ഒരു ബലാത്സംഗ കേസ് രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പരാതി ഉയരുകയും ആ പരാതി ശരിയാണെങ്കിൽ രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ സ്ത്രീകളോടോ കുട്ടികളോടോ ഇടപെടാനോ പാടില്ല എന്ന് തീർച്ചയാണ്. രാഹുലിന് ലൈംഗിക വൈകൃതമുള്ള മനോരോഗമുണ്ട്. അങ്ങനെ ഒരാൾ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് തന്നെ ആപത്താണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ താരമായ അഖിൽ മാരാർ അതിശക്തമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടു. പല സിനിമാ നടികൾക്കും അങ്ങോട്ട് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സത്യമാണെന്ന് കരുതി വിവാഹാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് അഖിൽ മാരാർ തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇതൊക്കെ ശരിവയ്ക്കുന്നത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എനിക്കൊരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ മാറ്റി വായിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അനുമതി കിട്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. രാഹുൽ വിഷയത്തിൽ ചേട്ടൻ സ്വീകരിച്ച നിലപാടിൽ തിരുത്തൽ വേണ്ടിവരും എന്ന് ചിന്തിച്ചു. കഴിഞ്ഞ വീഡിയോ ഏറെക്കുറെ അതായിരുന്നു. രാഹുലിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകൃത മനോരോഗത്തിന് അടിമയാണ് അയാൾ. 17 വയസ്സുള്ള ഒരു കുട്ടി ഡിപ്രഷനിലാണ്. എന്നോട് നേരിട്ട് ഇവൻ്റെ പരിപാടികൾ 1.5 വർഷം മുമ്പ് പറഞ്ഞ സിനിമാ നടിമാരുണ്ട്. എല്ലാവരോടും വിവാഹം എന്നാണ് റൂട്ട്. പിന്നെ അദ്ദേഹം ഒരു ചാനലിൻ്റെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദമായിരിക്കുന്ന ചാനലല്ല. ഒരു മാധ്യമ പ്രവർത്തകയുടെ ഗർഭക്കേസാണ് 4 മാസം മുൻപ് നമുക്കിടയിൽ വന്നത്. ഇദ്ദേഹം എന്നോട് പറയുന്നത് അന്ന് പുറത്തു വന്നത് വേറൊരു പെൺകുട്ടിയുടേതാണ്, അവർ പരാതിപ്പെട്ടിട്ടില്ല എന്നാണ്. KSUവിലും യൂത്ത് കോൺഗ്രസിലെയും പെൺകുട്ടികൾ നാണക്കേട് കാരണം അല്ലെങ്കിൽ ഭയം കാരണം മിണ്ടാതിരിക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള ആക്ഷേപമാണല്ലോ പരാതിപ്പെട്ട പെൺകുട്ടി കേൾക്കേണ്ടി വരുന്നത്. രാഹുലിനെ അനുകൂലിച്ച് സംസാരിച്ചാൽ പണം നൽകാമെന്ന് പറഞ്ഞ് വിദേശത്തു നിന്നും എൻ്റെ മാനേജരെ ബന്ധപ്പെട്ടവരുണ്ട്. വയനാട് ഫണ്ട് മുക്കി വിദേശയാത്രയിൽ കോടികൾ പിരിച്ചു. പിണറായി വിജയനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനോരോഗിയെ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ഒരു പേര് പറയുന്നുണ്ട്, ആ പേര് ഞാൻ മായ്ക്കുകയാണ്. നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നു, മകളും ഇവൻ്റെ ഇരയാണ്. സഹിക്കാൻ കഴിയാത്തത് ഇവൻ്റെ ന്യായീകരണവും ഉളുപ്പില്ലാതെയുള്ള മുന്നോട്ട് പോക്കുമാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കൽ, സോഷ്യൽ മീഡിയ വഴി എതിർക്കുന്നവരെ പ്ലാൻ ചെയ്ത് ആക്രമിക്കൽ, ഈ പാർട്ടിയെ ഇവൻ തീർക്കും. അറിയപ്പെടുന്ന ഒരു വ്യക്തി നൽകിയ ഒരു കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാവും ഇത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ നേരത്തെയും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ. അന്നൊക്കെ ഞാനെടുത്ത ഒരു നിലപാട് പരാതി വരട്ടെ, തെളിവുകൾ വരട്ടെ എന്നതായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ മിടുക്കനാണ്, പിണറായിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ട്, തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ശേഷിയുണ്ട്, ഏത് വിഷയം പരിഹരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ പിന്നിൽ സ്വാഭാവികമായും അതുകൊണ്ട് കട്ടക്കങ്ങ് എടുക്കേണ്ടതില്ല എന്നതായിരുന്നു എൻ്റെ നിലപാട്. എന്നാൽ ഇപ്പോൾ ഒരു പരാതി ഉണ്ടാവുകയും സമാനമായ പരാതി വീണ്ടും വരികയും ഇത്തരത്തിൽ ഇവരുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുന്നു. ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കപ്പെടാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയണം. ആകെ ഒരു വിഷമം ഇത്രയും മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇങ്ങനെയായി തീർന്നു എന്നത് മാത്രമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധങ്ങൾ എതിർക്കുന്ന ആളല്ല ഞാൻ. ഒരു യുവതിയോട് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാവുന്ന ബന്ധം ഇഷ്ടമില്ലാതാകുമ്പോൾ വിവാദമാകുന്നതിലും എനിക്ക് സഹതാപമാണ് പുരുഷന്മാരോട്. എന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരോടും ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ശാരീരികമായി ദുരുപയോഗിക്കുന്നത് പെൺവേട്ട തന്നെയാണ്. ഇന്നലെ പുറത്തു വന്ന പരാതി വാസ്തവമാണെങ്കിൽ ആലോചിച്ചു നോക്കൂ. വിവാഹാലോചനയുമായി പോകുന്നു,
വിവാഹാലോചനയുടെ ഭാഗമായി കണ്ടുമുട്ടുന്നു, റൂമിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ കള്ളമല്ല, അല്പമെങ്കിലും സത്യമുള്ളതാണെങ്കിൽ പരസ്പര സമ്മതം എന്ന് പറഞ്ഞ് കൈകഴുകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് എന്നെ പോലുള്ളവരെ പോലും വഞ്ചിച്ചിരിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചിരിക്കുന്നു, ഈ സമൂഹത്തെ വഞ്ചിച്ചിരിക്കുന്നു. ഇതൊക്കെ വാസ്തവമാണെങ്കിൽ രാഹുലിനെതിരെ നിലപാടെടുത്ത VD സതീശിനെയൊക്കെ കുറ്റം പറഞ്ഞതിൽ ഖേദിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴും എനിക്കൊരു ചോദ്യം ബാക്കിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരക്കാരനാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ലായിരുന്നോ? ഇത്തരമൊരു മനോരോഗം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടെങ്കിൽ അത് MLA ആയതിനു ശേഷം തുടങ്ങിയതാവില്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം തുടങ്ങിയതാവില്ല. നേരത്തെ മുതൽ ഈ ലൈംഗിക വൈകൃതമുണ്ടാവാം. ഇത്തരം ലൈംഗിക വൈകൃത മനോരോഗികൾ 13-14 വയസ്സിൽ അവരുടെ കൈക്രിയകൾ ആരംഭിക്കും. എന്നിട്ടും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത്? എന്നിട്ടും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയത്? കോൺഗ്രസ് പാർട്ടിയാണ് ഉത്തരം നൽകേണ്ടത്. ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള, ലൈംഗിക മനോരോഗമുള്ള ഒരാളെ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് കൈകൊടുത്ത് ഉയർത്തിയത്? അയാളെ എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വിട്ട് കോൺഗ്രസിന് മുഖമാക്കി മാറ്റിയത്? ഇങ്ങനൊരു മനോരോഗിയെ മുമ്പിൽ നിർത്തിയാൽ എന്തെങ്കിലും പണി കിട്ടുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്കില്ലായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത്? അത് മാത്രമാണ് ഒരു പക്ഷേ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധിയുടെ ചുവട് പിടിച്ച് രാഹുലിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്.